ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് ബിജെപി പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേന്നമംഗലം കൈത്തറി തൊഴിലാളികളെ ആദരിക്കുകയും ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ബിജെപി എറണാകുളം ജില്ലാ പ്രസിഡന്റ് എസ് ജയകൃഷ്ണൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. 2018 പ്രളയത്തിൽ പാടെ തകർന്ന തറികളും നെയ്ത്തുശാലകളും നാടിന്റെയും മറ്റ് സംഘടനകളുടെയും സഹായത്തോടെ പുനരുജ്ജീവനത്തിന്റെ പാതയിലൂടെ ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് കോവിഡ് ദുരിതം നാശം വിധിച്ചത്. നെയ്ത്തുശാലകൾ നിശ്ചലമാവുകയും തുടർന്ന് കോവിഡിനൊപ്പം ജീവിതതാളം നെയ്യാൻ തുടങ്ങിയപ്പോൾ നെയ്ത്തിനാവശ്യമായ കഴിനൂൽ കിട്ടാത്തതും പ്രതിസന്ധിക്ക് ഇടയായി. തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കൾ ലഭിക്കാത്തതും സ്കൂൾ യൂണിഫോം നെയ്ത്ത് ഭാഗികമായി നിലച്ചതും പ്രതിസന്ധിക്ക് കാരണമായി. എന്നിരുന്നാലും ഓണത്തിന് റെഡിമെയ്ഡ് ഷർട്ട് വിൽപ്പനയ്ക്ക് തുടക്കമിട്ടിരുന്നു. വിവിധ ഡിസൈനുകൾ രൂപകൽപ്പന ചെയ്ത് നൂജൻ വസ്ത്രങ്ങളോടെ കിടപിടിക്കുന്ന രീതിയിൽ ഓണത്തിന് വസ്ത്രങ്ങൾ വിപണിയിൽ ഇറക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ചേന്നമംഗലം കൈത്തറി സംഘം. പരമ്പരാഗത കൈത്തറി മേഖല പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ സർക്കാരിൽ നിന്നും മറ്റും ഒരു സഹായം ലഭിക്കാത്തവരാണ് കൈത്തറി മേഖലയിൽ ജോലി ചെയ്യുന്നവരെന്നും പരമ്പരാഗതവും സംസ്കാര പൈതൃകവുമായ കൈത്തറിയെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ട സഹായം ചെയ്യുന്നതിന് സന്ദേശം ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബിജെപി എന്നും ജയകൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ 2 പ്രാവശ്യം പ്രളയം വന്നു. ആദ്യത്തെ പ്രളയത്തിൽ പരിപൂർണമായിട്ട് നശിച്ചുപോയി. അതിന്ന് വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോഴാണെങ്കിൽ കൊറോണയുടെ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കൈത്തറി വ്യവസായം. ഈ സമയത്ത് സത്യത്തിൽ ഇപ്പോൾ കൊറോണയുടെ ഈ ഭീതിതമായിട്ടുള്ള അവസ്ഥയിൽ പോലും ഇവർക്ക് സത്യത്തിൽ ഒരു സഹായവും കിട്ടാത്തൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇങ്ങനെയുള്ള കുടുംബങ്ങളെ സഹായിക്കേണ്ടത് എല്ലാവരുടെ ഉത്തരവാദിത്തമാണ്, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. ബിജെപി പറവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് എസ് ഭദ്രൻ, ബിജെപി ചേന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കടവത്ത്, ജനറൽ സെക്രട്ടറി സുബിൻ എന്നിവർ സന്നിഹിതരായിരുന്നു. AC ന്യൂസ് നോർത്ത് പറവൂർ.